ഹലോ! ബിഗ് ബോസിൽ ഇപ്പോൾ 7ൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വമ്പൻ പണികളാണ് ഇവർക്ക് ഈ പ്രാവശ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷമായി നടത്തിക്കൊണ്ടിരുന്ന ബിഗ് ബോസിനേക്കാളും ഏറ്റവും മികച്ചതും വമ്പൻ ട്വിസ്റ്റുകളും അടങ്ങിയ ബിഗ് ബോസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പണി കൊടുക്കും എന്ന് പറയുമ്പോഴൊന്നും നമ്മൾ ഇത്രയും ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ഭയങ്കര ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് മിഡ് വീക്ക് എവിക്ഷൻ നോമിനേഷൻ ആരംഭിച്ചു. അപ്പോൾ അതിൽ 6 പേരെയായിരുന്നു തിരഞ്ഞെടുക്കേണ്ടത് എവിക്ഷന് വേണ്ടിയിട്ട്. അതിൽ നിന്നും 2 പേർ ഔട്ടായി പോകുന്നു. മിഡ് വീക്ക് എവിക്ഷൻ നടക്കുന്നത് ഈ വരുന്ന ചൊവ്വ വ്യാഴം ദിവസങ്ങൾക്കുള്ളിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നോമിനേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ടാസ്ക് കൊടുത്തിരുന്നു ഇവർക്ക്. അപ്പോൾ ടാസ്ക് ഇങ്ങനെയായിരുന്നു: ഈ 6 പേരിൽ ഞാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവാൻ അർഹനല്ല എന്നുള്ള രീതിയിൽ അവരെ പറ്റി സംസാരിക്കുക, സ്വയം സംസാരിക്കുക. ബസർ ടു ബസർ ആയിരുന്നു. അതിനുശേഷം ഒരു ബോർഡിൽ എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ടാവും. അതിൽ നമുക്ക് യോഗ്യരല്ലാത്ത ആൾക്കാരെ നമ്മൾ ഇൻറ്റു ചെയ്ത് അവരെ റേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ഈ ടാസ്ക് കഴിഞ്ഞപ്പോഴത്തേക്കും 6 പേരെ അവർ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നത്തെയും പോലെ അനീഷുണ്ട്, പിന്നെ സരിക, ഷാരിക, റിന ഫാത്തിമ, ഒനീൽ, രേണു സുധി. ഈ 6 പേരാണ് എവിക്ഷൻ